കൊടുക്കുന്നതിനെ എടുത്തിട്ടുള്ളൂ, അതിന്റെ അൺബോക്സിങ് കാണിച്ചിട്ടില്ല. അപ്പൊ ഞാൻ ഷെഫിയോട് പറഞ്ഞു, ഷെഫിയെ അൺബോക്സിങ് വീഡിയോ കൂടി എല്ലാരും അത് കാണിക്കണ്ടേ, എന്റെ കെട്ടുകൾ എന്തൊക്കെയാ തന്നേന്ന് കാണണ്ടേ. ചെരുപ്പ് കുറവാണ് കേട്ടോ, ഷൂ ആണ് കൂടുതലുള്ളത്. അപ്പം ഞാൻ ചെരുപ്പ് കൊടുത്ത് ഇത് കൊടുത്ത കേട്ടോ, ജോർദിയാനിൻ്റെ ഒരു ടീഷർട്ട്. ഷെഫിക്ക് ഈ ഒരു കളർ ഇല്ലാത്ത കിട്ടിക്കൊണ്ടിരുന്നത് ഇത് പറഞ്ഞ കറക്റ്റ് ബർത്ത്ഡേ തരുന്നത് 12 മണിക്ക് ശേഷം കറക്റ്റ് എന്നെ ഷോപ്പിംഗ് മാളിൽ കൊണ്ടുപോയി. കറക്റ്റ് 12 മണിക്ക് ഞാനും എന്റെ ഫ്രണ്ട്സും കേട്ടോ. കറക്റ്റ് 12 മണിയായപ്പോ ഞാൻ പറഞ്ഞു, മർജിയും വേറെ 2-3 പേരുണ്ട് കേട്ടോ. ഹലോ, അസ്സലാമലൈക്കും. എല്ലാ കൂട്ടുകാർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അൽഹംദുലില്ലാ ഞങ്ങൾക്ക് ഇവിടെ സുഖമാണ് കേട്ടോ. ഇന്നത്തെ നമ്മുടെ കണ്ടന്റ് എന്താണെന്നറിയോ? എന്താ ഷെഫി കണ്ടന്റ്? കണ്ടന്റ് ഒന്നും ഇല്ലായിരുന്നപ്പോ ഒരു കണ്ടന്റ് കേട്ടോ. കുറെ നാളായി വലിയ വീഡിയോ ഒക്കെ ഇട്ടിട്ട് കേട്ടോ. വലിയ വീഡിയോ ഇടാൻ സത്യത്തിൽ നല്ല മടിയാണ്. പിന്നെ ഇടയ്ക്ക് വെച്ച് എന്റെ കൈക്ക് നല്ല വേദനയായിരുന്നു കേട്ടോ. കബോർഡിൽ കൈയൊന്ന് ഇടിച്ചാണ്, ഇതാ ഇങ്ങനെ ആയിപ്പോയി ഇടിച്ചപ്പം. അപ്പം വേദനയായിട്ട് അന്നേരം വലിയ വേദനയില്ലായിരുന്നു, പക്ഷെ അത് വെച്ചോണ്ടിരുന്നിട്ടുണ്ടല്ലോ ഇപ്പൊ ഒരു നംനെസ് കേട്ടോ, കയ്യിൽ ഒരു തരിപ്പ് പോലെ. അങ്ങനെ കൊണ്ട് കാണിച്ചപ്പോൾ അൾട്രാസൗണ്ട് എടുത്തപ്പം കയ്യിലൊരു നീർക്കെട്ടുണ്ടെന്ന്. അപ്പൊ അധികം ഇങ്ങനെ സ്ട്രെയിൻ ഒന്നും കൊടുക്കാൻ പറ്റില്ല. അപ്പം പിന്നെ വീഡിയോ എടുക്കാനൊക്കെ മടിയൊക്കെയാണ്. പിന്നെ ഷോർട്ട് വീഡിയോ ആകുമ്പോൾ ചെറുത് മതിയല്ലോ, അങ്ങനെ ഇട്ടിട്ട് പോയിക്കൊണ്ടിരുന്ന. അപ്പൊ ഇടയ്ക്ക് എനിക്കിപ്പോ ഒരു കണ്ടന്റ് കിട്ടിയത് ജൂലൈ 4 ഷെഫിയുടെ ബർത്ത്ഡേ ആണ്. അപ്പം ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് വാങ്ങിയതൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല, എല്ലാം ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. സർപ്രൈസ് അടിച്ച് ഷെഫി ബ്ലണ്ടർ അടിച്ച് കിളി പോയിരിക്കുവാണ്, ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല. അപ്പൊ ഞാൻ അത് ഷോർട്ട് വീഡിയോ കുറച്ച് എഡിറ്റ് ആക്കാനുള്ളത് കൊണ്ട് അത് എടുത്തിട്ടില്ല. അപ്പൊ നാളെ ഞാൻ ഈ 2 വീഡിയോ കൂടെ ഒരുമിച്ചിടും കേട്ടോ. അപ്പം ഗിഫ്റ്റ് കൊടുക്കുന്നതിനെ എടുത്തിട്ടുള്ളൂ, അതിന്റെ അൺബോക്സിങ് കാണിച്ചിട്ടില്ല. അപ്പൊ ഞാൻ ഷെഫിയോട് പറഞ്ഞു, ഷെഫിയെ അൺബോക്സിങ് വീഡിയോ കൂടി എല്ലാരും അത് കാണിക്കണ്ടേ, എന്റെ കെട്ടുകൾ എന്തൊക്കെയാ തന്നേന്ന് കാണണ്ടേ. അപ്പൊ എന്നോട് പറഞ്ഞു, ഇല്ല ഞാൻ വരത്തില്ല, ഇത്ര വലുതായിട്ട് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ഒക്കെ എനിക്കൊന്നും വേണ്ട. ഞാൻ പറഞ്ഞു പിടിച്ചു വലിച്ചു അപ്പൊ പിടിച്ചു വലിച്ച് ഇവിടെ കൊണ്ടിരുത്തിയേക്കുവാണ് കേട്ടോ. ബർത്ത്ഡേയുടെ അൺബോക്സിങ് വീഡിയോ കാണിക്കാം അല്ലേ? അവ കാണി എന്തൊക്കെയാണെന്ന്. എത്ര വയസ്സായി അതും പറയില്ല കേട്ടോ. അപ്പൊ ഇതാണ് ഞാന് ഷെഫിക്ക് കൊടുത്തത് കേട്ടോ. ഇത് ഞങ്ങൾ 4 പേര് 2 പേര് എടുത്താൽ 4 പേരുടെ ഫോട്ടോ ഒരു ഫ്രെയിം ആക്കി എടുത്ത് ഞാൻ എടുത്ത് കാണിക്കും. പെട്ടെന്ന് കാണിക്കൂ സ്മാർട്ടായിട്ട്. പിന്നെ ഡ്രസ്സ് കാണിക്കാൻ വേണ്ടി ഞാൻ ഈ ഷൂ കാണിക്കാം. മിലാനോന്റെ ഒരു ഷൂ ഉണ്ട്, ഒരു ചപ്പലും ഉണ്ട് കേട്ടോ. ഇത്തിരി ഷൂ ശരിപ്പല്ലേ ശരി. ഇത് മിലാനോന്റെ കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ഈ ചെരുപ്പാണ് കേട്ടോ. ചെരുപ്പ് എനിക്ക് അങ്ങനെ കുറവാണ്, ചെരുപ്പ് കുറവാണ് കേട്ടോ. ഷൂ ആണ് കൂടുതലുള്ളത്. അപ്പം ഞാൻ ചെരുപ്പ് കൊടുത്ത് ഇത് കൊടുത്ത കേട്ടോ. അപ്പൊ എന്നോട് പറയാം എല്ലാം കാര്യമായിട്ട് വാങ്ങിച്ച് തിരിച്ചു കിട്ടാൻ വേണ്ടിയായിരുന്നു. ഞാൻ പറഞ്ഞ അങ്ങനെ ഒരു സംഭവം എന്റെ ഇതിനെ കണ്ടല്ലോ. ഇതേണ്ട ഇത് ഷർട്ട്, ജോർദിയാനിൻ്റെ ഒരു ടീഷർട്ട്. ഷെഫിക്ക് ഈ ഒരു കളർ ഇല്ലാത്ത ഇതും പാൻറ്. ആൺപിള്ളേരാകുമ്പോ വലിയ ഇതൊന്നും വേണ്ടല്ലോ അല്ലേ ഷെഫി? വലിയ ആഡംബരമൊന്നും വേണ്ടല്ലേ? അതിനകത്തൊന്നുമില്ല. ഇനി മറിച്ച് എന്റെ കൂട്ടുകാർ ഒരു ടീഷർട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വേണ്ട കൂട്ടുകാരി ഒരു ടീഷർട്ട്, മർജിയുടെ അതേ ടീഷർട്ട്. അപ്പൊ കണ്ടോ, ഇതായിരുന്നു ഷെഫിയുടെ ബർത്ത്ഡേ ഗിഫ്റ്റ് അൺബോക്സിംഗ് വീഡിയോ അല്ലേ? പക്ഷെ ഇത് കിട്ടിയത് ഇത്രയും ഉണ്ടെന്നൊന്നും അറിഞ്ഞില്ല കേട്ടാ. ഇത് എപ്പോ പോയി മേടിച്ചെന്നുള്ളതാണ് ആദ്യം ഒരു കൺഫ്യൂഷൻ. സർപ്രൈസ് ആയില്ലേ? ഒരു കേക്ക് മുറിക്കാന്ന് വിചാരിച്ചോളൂ. കേക്കൊക്കെ ഇട്ടിട്ടോ, കേക്കൊക്കെ കൊടുത്ത് എല്ലാം ഭയങ്കര സർപ്രൈസ് ആക്കി വെച്ച ആള് ഭയങ്കരമായിട്ട് ഞെട്ടി കേട്ടോ. എന്തെങ്കിലും ഞാൻ കൊടുക്കുമെന്ന് അറിയാം, പക്ഷെ അതെല്ലാം പിന്നെ വിചാരിച്ചാല് ബർത്ത്ഡേ അന്നാണ് ഇത്ര നാളും കിട്ടിക്കൊണ്ടിരുന്നത്. ഇത് പറഞ്ഞ കറക്റ്റ് ബർത്ത്ഡേ തരുന്നത് 12 മണിക്ക് ശേഷം കറക്റ്റ് എന്നെ ഷോപ്പിംഗ് മാളിൽ കൊണ്ടുപോയി. കറക്റ്റ് 12 മണിക്ക് ഞാനും എന്റെ ഫ്രണ്ട്സും കേട്ടോ. കറക്റ്റ് 12 മണിയായപ്പോ ഞാൻ പറഞ്ഞു, മർജിയും വേറെ 2-3 പേരുണ്ട് കേട്ടോ. അപ്പൊ മർജിയെ വിളിച്ചിട്ട് പറഞ്ഞ്, മർജി കറക്റ്റ് ഇന്ന സമയത്ത് ഇവിടെ കൊണ്ടുവരണം. അവളെയാണ് ഗിഫ്റ്റ് ആമ്പർ എല്ലാം ഏൽപ്പിച്ചത്. അങ്ങനെ കറക്റ്റ് ചെയ്ത് ഷെഫി മർജി ഗിഫ്റ്റ് ആയിട്ടുണ്ടപ്പോ ഷെഫി ഇതെന്താ ഗിഫ്റ്റ് അല്ലേ? അന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല, അത് നൈറ്റ് ഒന്നും. അങ്ങനെ ഹാപ്പി ആയോ?
പിന്നെ ഭയങ്കര ഹാപ്പിയായി. പിന്നെ ഗിഫ്റ്റ് കിട്ടുന്ന കാര്യം കല്യാണം കഴിഞ്ഞ് അന്ന് പോലെ ഗിഫ്റ്റ് തരുന്ന ഒരാളാണ്. 19 വർഷമായിട്ടോ ഇന്ന് വരെ എല്ലാ ബർത്ത്ഡേക്കും മുടങ്ങാതെ ഗിഫ്റ്റ് കൊടുക്കും കേട്ടോ. അപ്പോൾ എന്നോട് പറയോ എനിക്ക് തിരിച്ചു കിട്ടും തിരിച്ചെങ്ങനെ കിട്ടണമെന്നൊന്നും എനിക്ക് വലിയ ആഗ്രഹം കിട്ടിയാൽ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ബർത്ത്ഡേയുടെ വിശേഷം, കുഞ്ഞു വിശേഷം കേട്ടോ. അപ്പൊ നിങ്ങളെയും കൂടി കാണിക്കണമെന്ന് കരുതി അല്ലേ. ഇതിനകത്ത് ബർത്ത്ഡേ പാർട്ടി ഒന്നുമില്ല, അല്ലാതെ ജസ്റ്റ് കേക്ക് മുറിപ്പും എന്നുള്ള കാര്യങ്ങളേ. അപ്പം ഷോർട്ട് വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. അപ്പം വീണ്ടും പുതിയൊരു കുഞ്ഞു വീഡിയോ കാണുന്നവരെ